തമിഴ് നടനും ടി.വി.കെ നേതാവുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത കോടതിയിലെത്തിയെന്ന വാർത്ത തമിഴ് സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി ഫയൽ സ്വീകരിച്ച കോടതി വിജയോട് ഏപ്രിൽ 20-ന് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് അയക്കുകയും അന്നേ ദിവസം തന്നെ വാദം കേൾക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഹർജിയിൽ സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം. ഇവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് വാക്കു നൽകിയെങ്കിലും വിജയ് അതിന് തയ്യാറായില്ലെന്നും ഹർജിയിൽ സൂചിപ്പിക്കുന്നു. തന്റെ ഭർത്താവായ വിജയ്ക്ക് 2021 ഏപ്രിൽ മുതൽ ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഹർജിയിൽ സംഗീത ആരോപിക്കുന്നു. ഇത് തനിക്ക് വൈകാരികമായ വേദനയും മാനസിക വിഷമവും ഉണ്ടാക്കി. മറ്റൊരു ബന്ധത്തിൽപ്പെട്ടതിലൂടെ വിജയ് വിവാഹ ജീവിതത്തിൽ വിശ്വാസവഞ്ചന നടത്തി. താൻ അറിഞ്ഞപ്പോൾ നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പു നൽകി. എന്നാൽ വിജയ് വീണ്ടും ബന്ധം തുടരുകയും ഇത് തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് സംഗീത ഹർജിയിൽ ആരോപിച്ചു. അതേസമയം വിജയുടെ ഭാര്യയുടെ ഈ നീക്കം ഒരു രാഷ്ട്രീയ നാടകമായി ചിത്രീകരിക്കപ്പെടുന്നതായും സൂചനകളുണ്ട്. കാരണം 2021 മുതൽ മറ്റൊരു നടിയുമായി ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് ഭാര്യ സംഗീതയുടെ ആരോപണം. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം നേരത്തെ അറിഞ്ഞിട്ടും സംഗീത കേസുമായി മുന്നോട്ട് പോയില്ല? വിജയ് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇങ്ങനെയൊരു ആരോപണവുമായി ഭാര്യ രംഗത്തെത്തിയതിൽ വിജയെ രാഷ്ട്രീയമായി തകർക്കുക എന്ന ലക്ഷ്യം ഉള്ളതായും സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ നിന്നും ഉയരുന്ന ചോദ്യം, വിജയെ ഭയക്കുന്നത് ആരാണ്? കാരണം വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമായാൽ അത് പല രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു തിരിച്ചടിയാണ്. സംഗീതയുടെ ഈ നീക്കത്തിന് പിന്നിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കരങ്ങളുള്ളതായും സംശയങ്ങൾ ഉയരുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ജനങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അങ്ങനെ സാധാരണക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വിജയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി സജീവമായി രംഗത്തിറങ്ങിയപ്പോൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് വിജയെ നശിപ്പിക്കാനും രാഷ്ട്രീയമായും ജനങ്ങളുടെ മനസ്സിലുമുള്ള സ്ഥാനം ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണെന്ന വിലയിരുത്തലിലാണ് വിജയെ സ്നേഹിക്കുന്നവർ. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി സംസ്ഥാന ഭരണത്തിലേക്ക് ഉന്നമിടുന്ന വിജയ്ക്ക് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ വിവാഹമോചന കേസ്. കേവലം ഒരു കുടുംബ പ്രശ്നമെന്നതിലുപരി ഇത് വിജയുടെ രാഷ്ട്രീയ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി തമിഴ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സൂചിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ വലിയൊരു ശതമാനം സ്ത്രീ വോട്ടർമാരും വിജയുടെ ആരാധകരാണ്. എന്നാൽ കുടുംബത്തോട് നീതി പുലർത്താത്ത വ്യക്തി എന്ന പ്രതിച്ഛായ വന്നാൽ ഈ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാകുമോ എന്ന സംശയവുമുണ്ട്. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് ഈ ആരോപണങ്ങൾ വലിയ വെല്ലുവിളി തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ കേസ് കോടതിയിൽ വരുന്നത് വിജയുടെ പാർട്ടി അണികളുടെ ആത്മവീര്യം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിജയ് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഇനി എന്തു പറയും എന്നത് നിർണായകമാണ്. ഈ വിവാദങ്ങളെ അവഗണിച്ചാൽ അത് കൂടുതൽ തിരിച്ചടിയാകുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ വിജയ് ഇതുവരെ ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല.